നിഷ ആരാ? നിഷ സാവീസ്. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും. ഹസ്ബൻഡ് വന്നിട്ടില്ല. യേശുവിന്റെ ചാരേ. ഐശ്വര്യ ആരാ? ഐശ്വര്യ. ജാൻ ആരാ? ജാൻ ആരാ? ഓമന. ജാനകി. സ്നേഹിക്കുന്നേ 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 യേശുവേ. മോളെ, നിന്റെ പേര് ജാനകി ആണെങ്കിൽ എന്നോട് ജാനെന്ന് വിളിക്കാനാ പറഞ്ഞേ. അതെ, ഹല്ലേലൂയ. നിന്റെ കടഭാരത്തെ ദൈവം മാറ്റും. നീ അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. അസാധാരണമായ ദൈവത്തിന്റെ കരം ഈ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടേണ്ടതിന്, ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് ഉണ്ടാകേണ്ടതിന്, ഫിനാൻഷ്യൽ ഏരിയയിൽ നിനക്ക് വരുന്ന നഷ്ടങ്ങളെ ദൈവം മാറ്റാൻ പോവാം. എല്ലാവരും കരങ്ങളെ അടിച്ച് ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഞാൻ ഈ പ്രോഫസി പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എക്സ്ട്രീം ലെവലിലെ കടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ജപ്തി നോട്ടീസിനെ പേടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ആരെയും കാല് പിടിക്കണ്ട കേട്ടോ. ജപ്തി ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട്. വിശ്വാസമുണ്ടോ? അതിന്റെ പക്കലാണോ നിൽക്കുന്നത്? മൈക്ക് കൊടുത്തേ. ഏത് പ്രോപ്പർട്ടിയില്ല? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. വസ്തുവിൽ ജപ്തി നോട്ടീസിന്റെ ഭീഷണി ഉണ്ട്. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ജപ്തി നോട്ടീസിനെ കർത്താവ് ക്യാൻസൽ ചെയ്യും. നിന്റെ രണ്ടുപേരുടെ ലൈഫിനകത്ത് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടും. ഉറക്കമില്ലാത്ത രാത്രികൾ. ഒരു വാഹനം ദൈവം നിങ്ങൾക്ക് തരും. ഏത് വാഹനത്തിനാ പ്രാർത്ഥിക്കുന്നത്? കാറാണോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജീസസ്, ഏത് കാറാണ് നിനക്ക് വേണ്ടേ? വേറെ ലെവല്. ആമേൻ. ഡിഫൻഡർ. അങ്ങനെയാണെങ്കിൽ നീ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വരെ ഡിഫൻഡർ ഓടിച്ചു പോകും. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ജാനകിയുടെ മേലെ ഒരു IAS ഓഫീസിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകം. നീ ഒരു IAS ഓഫീസറായിരിക്കേണ്ട ആളാണ്. യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ് യെസ് യെസ്. ഐശ്വര്യയുടെ മേലെ. മോളെ, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. നിന്നെ കൊണ്ട് കഴിയത്തില്ല, പറ്റത്തില്ല എന്ന് പറയുന്ന എല്ലാ സബ്ജക്റ്റും നിന്നെ കൊണ്ട് ഈസി ആവാം. മോളെ, നിനക്ക് ഈ ആണുങ്ങളൊക്കെ ഓടിക്കുന്ന ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻഫീൽഡ് പോലെ ബുള്ളറ്റൊക്കെ എനിക്ക് ഓടിക്കണം. ആണുങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ. ബാക്ക് ബോൺ പെയിൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ഈ അമ്മയെ പിടിച്ചോണ്ടേ. ഹൃദയത്തെ അവളെ കല്ലാക്കി വെച്ചിരിക്കുക. എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കുന്നവളെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഞാൻ നിനക്കൊരു ആശ്വാസമായി, ഞാൻ നിനക്കൊരു പരിചയമായി, ഞാൻ നിനക്കൊരു പലകയായി ഇറങ്ങി വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നോട് ആലോചന അറിയിക്കുന്നു. ജീസസ്. സൂസമ്മ ആരാണ്? സൂസമ്മ യേശുവിൻ നാമത്തിൽ. അമ്മയെന്ന് ഹൃദയം തകർന്ന നീ ആയിരിക്കുന്നു. ആരുമില്ലെന്ന് നീ പറയരുത് കേട്ടോ. പലവട്ടം മരിച്ചാൽ മതിയെന്ന് നീ ചിന്തിച്ചു. ജീവിക്കണ്ടെന്ന് നീ ചിന്തിച്ചു. എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് നീ ചിന്തിച്ചു. ആ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ആലോചന ഇറക്കി. അവൻ നിന്റെ ഉടമസ്ഥനാണ് കേട്ടോ. നല്ലൊരുടയവൻ. നീ ഒറ്റയ്ക്കല്ല. നീ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാവൂ. ഈ മനുഷ്യനോട് പരാതി പറയുന്നതെല്ലാം നിർത്തണം. മനുഷ്യനോട് നിന്റെ വിഷമങ്ങളെല്ലാം പറയുന്നത് നിർത്തണം. മനുഷ്യനോടുള്ള നിന്റെ ദേഷ്യമെല്ലാം കുറയ്ക്കണം. എന്നിട്ട് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുക. നിന്റെ എല്ലാ വിഷയങ്ങളെയും
കർത്താവ് സാധ്യമാക്കി തരത്തക്ക രീതിയിൽ കർത്താവിന്റെ കരം ചലിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പ്രവചിച്ച് പറയുന്നു. എല്ലാവരും കരങ്ങളെ അടിച്ച്. റൂബി, റൂബി എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? റൂബി, എഴുന്നേറ്റോ. ഇന്ന് പകൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി. ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്തൊരു ഭയങ്കര വിടുതലിറങ്ങാം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്ന് പകല് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിനക്ക് മറക്കാൻ പറ്റാത്തൊരു വിടുതൽ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം നീ മരിച്ച് ജീവിച്ച ആളാ കേട്ടോ. നീ ഇന്ന് മരിച്ചിട്ട് ജീവിക്കുന്ന ആളാണ്. നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഭയങ്കരമായൊരു വിടുതൽ ദൈവം അയക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന അറിയിക്കുന്നു. ഇന്ന് നീ ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ അത്രയെന്ന് ആത്മാവിനോട് ആലോചന അറിയിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ വഴി തുറക്കും. ആരൊക്കെ നിനക്ക് വിരോധമായി വഴി അടച്ചാലും ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പരിശുദ്ധാത്മാവെന്ന പകൽ ആലോചന അറിയിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ മേൽ, നിന്റെ കുഞ്ഞൊരു വാഗ്ദത്ത സന്തതി കേട്ടോ, ആ കുഞ്ഞിന്റെ മേൽ ഒരു ഭയങ്കര അഭിഷേകം ഇറങ്ങി വരികയാണ്. എല്ലാവരും വായികളെ തുറന്ന് പ്രാർത്ഥിച്ച് ആ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിന്റെ മേലെ, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ആ കുഞ്ഞിന് വിരോധമായി പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക പോരാട്ടങ്ങളും ഇന്ന് പകല് ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.